Hi friends, I am Ajay. Welcome to TechCorner Malayalam channel. Pudhiyoru video like swagatham. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ്. നമുക്കറിയാം ഇന്ന് ഏതൊരു വ്യക്തിയും നമ്മൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഐടിയോ പഠിച്ച ഇറങ്ങിയ ശേഷം പല കാര്യങ്ങളിലും നമുക്ക് പൂർണ്ണമായ ധാരണകൾ ഉണ്ടാവില്ല. അതിൽ പ്രധാനമായ ഒന്നാണ് ടൂൾസ്. ഏത് ടൂൾസ് ഏത് കാര്യത്തിന് യൂസ് ചെയ്യണം, ആ ടൂൾസിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ ഒരുപാട് ധാരണക്കുറവ് എല്ലാവർക്കും, ഇപ്പം ഞാനടക്കം എല്ലാവർക്കും ഫേസ് ചെയ്യാറുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ പുതിയൊരു സീരീസ് പോലെ വീഡിയോ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ബേസിക്സ് ആയിട്ടുള്ള ടൂൾസ്, അതിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങളായിട്ടുള്ള ചില ഗുണങ്ങളും എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാര്യം എന്ന് പറയുന്നത് വയർ സ്ട്രിപ്പറാണ്. അപ്പം വയർ സ്ട്രിപ്പർ എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട്. അത് വയർ സ്ട്രിപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വയറിൻ്റെ ഇൻസുലേഷൻ കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടൂളാണ്. നമ്മളിത് നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ നമ്മൾ സാധാരണത്തിൽ ഇത് ഉപയോഗിക്കാതെ തന്നെ കോമ്പിനേഷൻ പ്ലെയർ വെച്ചും നമ്മൾ വയർ സ്ട്രിപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ വയർ സ്ട്രിപ്പ് ചെയ്യാൻ വേണ്ടി പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് വയർ സ്ട്രിപ്പറാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്കറിയാം, ഏതൊരു വ്യക്തിയും ആദ്യം വയർ സ്ട്രിപ്പ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു വയർ എടുത്തിട്ട് ഇത് കട്ട് ചെയ്യുന്ന ഉടനെ നേരെ അത് കട്ടായി പോവുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻസുലേഷൻ മാത്രം എടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ ആ ഒരു പെട്ടെന്ന് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ആ വയർ തന്നെ കട്ടാകും. അങ്ങനെ തന്നെ നമ്മൾ ഒരുപാട് വേസ്റ്റേജ് വയറിൻ്റെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഇത് എങ്ങനെ പോയാലും ഇത് കട്ട് ചെയ്യാനുള്ളൊരു പ്രത്യേക രീതി ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചവരും ഇത് അറിയുന്നവരും ഉണ്ടാകും. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വയർ സ്ട്രിപ്പറാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ കുറേ നമുക്കറിയാം ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കട്ട് പോലെ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു സ്ക്രൂവും ബോൾട്ടും തന്നിട്ടുണ്ട്, ഇവിടെ ഒരു പ്രസ് ചെയ്യാൻ ഒരു സ്പ്രിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എന്ന് നിങ്ങൾ ചിലപ്പം ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് വയർ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള വശം ഉപയോഗിക്കാം. ഇത് വയർ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് കിട്ടും. അതേസമയം നമുക്ക് വയർ സ്ട്രിപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, ഈ ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പ് കാണുന്ന ആ ഒരു ഭാഗത്താണ് വയർ സ്ട്രിപ്പ് ചെയ്യേണ്ടത്. എന്നാൽ പോലും നമുക്കറിയാം ഒരു വയറിൻ്റെ ഇൻസുലേഷൻ മാത്രം കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനം തന്നിരിക്കുന്നത് തന്നെ നമുക്കത് സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കയറ്റി ഏകദേശം ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തു. ഏകദേശം ഈ ഒരു സൈഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ എത്ര പ്രസ് ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇതിനുള്ളിൽ വെച്ചേക്കുന്ന വയർ എന്ത് വന്നാലും ഇത് കട്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ചെറിയ വയറിനാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് സെറ്റ് ചെയ്യും. ഇപ്പോൾ ഞാനിപ്പം ഇത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് ഇതൊന്നും നമ്മൾ ഒരേ സ്ക്വയർ ഇപ്പം 1.5 ആണെങ്കിൽ അതനുസരിച്ച് ഒരു തവണ സെറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. എപ്പോഴും ഇത് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു തവണ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ഗ്യാപ്പാണ് വെച്ചത്. അപ്പോൾ ഈ ഗ്യാപ്പ് വെച്ച് ഞാൻ ഈ ഒരു വയർ ഇത് ചെയ്യുമ്പം ഏകദേശം ഒരു ഇൻസുലേഷൻ പ്രോപ്പറായിട്ട് തന്നെ ഇത് കട്ടായി. ഇപ്പം ഒന്നുകൂടെ കാണിച്ചു കഴിഞ്ഞാൽ വെച്ച് പ്രോപ്പറായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ലാതെ തന്നെ ഒരു തവണ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് കളയാൻ പറ്റും. സിമ്പിളായിട്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയുടെ സൈസ് കൂടിയ കേബിളാണ് എടുക്കുന്നതെങ്കിൽ ഇത് ഒരു തവണ കൂടെ സെറ്റ് ചെയ്യുക. അതനുസരിച്ച് അതിൻ്റെ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതനുസരിച്ച് കുറച്ചുകൂടെ കൂട്ടുക. അതല്ല ഇവിടെ തന്നെ നമ്മൾ അത് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ഇൻസുലേഷൻ പോയിട്ട് അത്രയും ഭാഗം കിട്ടും. നമുക്ക് അതനുസരിച്ച് സെറ്റ് ചെയ്ത ശേഷം എത്രയാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും. കാണാൻ മനസ്സിലാകും, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു വയർ വേസ്റ്റേജും ഇല്ലാതെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഗുണം. അപ്പോൾ മാക്സിമം നമുക്ക് ഇത് ഏറ്റവും മേളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ പോയാലും നമുക്ക് നല്ലൊരു ഏകദേശം ഇത്രയും വലിയൊരു വയർ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്തൊരു സ്പ്രിങ് തന്നിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു പ്രോപ്പർ ക്യാരിയേജ്, അതായത് ഇത് സൂക്ഷിക്കുകയും കൊണ്ടു നടക്കുകയും ഒക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ടൂളല്ലേ. അപ്പം അതിനുവേണ്ടി നമുക്ക് ഈ ഒരു സ്പ്രിങ് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇത് എവിടെയും പോയി മുട്ടി നമ്മുടെ ബാഗ് ഡാമേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ സൂപ്പറായിട്ട് പോക്കറ്റിൽ തന്നെ വെക്കാവുന്ന രീതിയിൽ തന്നെ നമുക്കിത് വെക്കാനും സാധിക്കും. അതിനാണ് ഈ ഒരു സ്പ്രിങ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും വലിച്ചു കഴിയുമ്പോൾ ഇത് പോവും, ഈ സ്പ്രിങ് ഞെക്കി കഴിയുമ്പോൾ ഇത് നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ഏതൊരു വയറും സ്ട്രിപ്പ് ചെയ്യാൻ വളരെയധികം എളുപ്പത്തിൽ സാധിക്കും, നോർമൽ യൂസ് ചെയ്യുന്ന വയേഴ്സൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതുതായി പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.